1947 മാർച്ച് 28-ന് ആന്ധ്രയിൽ നിന്ന് മഹർഷിയെ കാണാൻ വന്ന നിഷ്കളങ്കനായൊരു യുവാവ് ഭഗവാന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, സ്വാമിജി, ഞാനിവിടെ 10 മാസം മുൻപ് അങ്ങയുടെ ദർശനത്തിനായി വന്നിരുന്നു. വീണ്ടും അങ്ങയെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചപ്പോൾ ഉടൻ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും വൈകിക്കാൻ എനിക്ക് തോന്നിയില്ല. ഭാവിയിലും ഇതുപോലെ ആഗ്രഹം തോന്നിയാൽ എനിക്ക് അങ്ങയെ വന്ന് കാണാമോ? സംഭവിക്കാനുള്ളതെല്ലാം അനുയോജ്യമായ രീതിയിൽ സംഭവിക്കും. എന്തിന് അവയെക്കുറിച്ചെല്ലാം ആകുലപ്പെടണം? ഭഗവാൻ മറുപടി പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, അങ്ങനെയൊരു ആഗ്രഹം തോന്നിയാൽ എനിക്ക് അപ്പോൾ തന്നെ വരാമോ, അതോ ഞാൻ ആ ആഗ്രഹത്തെ അടക്കി വയ്ക്കണോ? ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടാതിരുന്നാൽ കാര്യങ്ങളെല്ലാം സുഗമമായി സംഭവിക്കും. ആ ആഗ്രഹത്തെ എനിക്ക് ഒരു നിമിഷം പോലും അടക്കി വയ്ക്കാനാവുന്നില്ല. അത് ആത്മവഞ്ചനയാണോ? ഈ സംഭാഷണം നടക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന സൂര്യനാഗമ്മയുടെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇദ്ദേഹം ഇവിടെ മുൻപ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. വീണ്ടും ഇവിടെ വരാൻ ആഗ്രഹം തോന്നിയതിനാൽ ഉടൻ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. അയാൾ എന്നോട് ചോദിക്കുന്നത്, ഭാവിയിൽ ഇതുപോലുള്ള ആഗ്രഹമുണ്ടായാൽ ഇവിടേക്ക് ഓടി വരാമോ എന്നാണ്. ആ യുവാവ് ഇതിനിടയിൽ പറഞ്ഞു, ഭഗവാനെ കാണാനുള്ള ആഗ്രഹം മനസ്സിൽ തോന്നിയാലുടൻ എനിക്കതൊരു നിമിഷം പോലും നിയന്ത്രിക്കാനാവുന്നില്ല. അതൊരു മാനസിക വിഭ്രമമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു മഹാത്മാവിനെ കാണണമെന്ന് തോന്നുന്നതെങ്ങനെ വിഭ്രമമാകും എന്ന് സൂര്യനാഗമ്മ ചോദിച്ചു. മറ്റനവധി ആഗ്രഹങ്ങൾ മനസ്സിലുള്ളപ്പോൾ ഇതുമാത്രമെങ്ങനെ മാനസിക വിഭ്രമമാകും എന്നുകൂടി അവർ കൂട്ടിച്ചേർത്തു. തീർത്ഥാടനത്തിനായി വന്ന ചില ആന്ധ്രക്കാർ ആ സമയം ഹാളിലുണ്ടായിരുന്നു. അതിലൊരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, സ്വാമിജി, എങ്ങനെയാണ് ആത്മാവിന് സമാധാനം കൈവരിക? ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത്, ആത്മാവിന് സമാധാനമോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൻ്റെ സമാധാനമാണ്. മനസ്സിൻ്റെ വാസനകളെ അടക്കിയാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും. അതിന് ഒരുവൻ തൻ്റെ യഥാർത്ഥ സത്ത എന്തെന്ന് തിരിച്ചറിയണം. അല്ലാതെ എനിക്ക് സമാധാനം വേണം എന്നുരുവിട്ട് നടന്നാൽ എങ്ങനെ സമാധാനം ഉണ്ടാകും? അതിനാൽ എന്താണ് സമാധാനം എന്നന്വേഷിച്ച് നടക്കാതെ എന്താണ് സദാ നിലനിൽക്കുന്നത് എന്നത് കണ്ടെത്തൂ. അവർക്കിടയിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, ചിലയിടങ്ങളിൽ ജീവിതം വളരെ ക്ലേശകരമായിരിക്കും. അങ്ങനെയുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് സാധന ചെയ്യുക? സ്ഥലങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിലാണ് നിലനിൽക്കുന്നത്, അല്ലാതെ നിങ്ങൾ സ്ഥലങ്ങളിലല്ല. നിങ്ങൾ എല്ലായിടത്തും ഉള്ളപ്പോൾ ചിലയിടങ്ങളിൽ മാത്രം ക്ലേശവും മറ്റിടങ്ങളിൽ സുഖവും ഉണ്ടാകുന്നത് എങ്ങനെ? എല്ലാം നിങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ പിന്നെ അവ എങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും? ഭഗവാൻ ചോദിച്ചു. പക്ഷേ ചിലയിടങ്ങളിൽ നമുക്ക് ഒരു മനസമാധാനവും ലഭിക്കില്ല. അയാൾ പറഞ്ഞു, സദാ നിങ്ങളിൽ നിൽക്കുന്ന ഒന്നാണ് സമാധാനം. അത് നിങ്ങളുടെ സ്വാഭാവിക നിലയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവികതയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പല വിധത്തിലുള്ള ഭ്രമങ്ങളിൽ മോഹിതരായി നിങ്ങൾ സമാധാനമില്ല എന്ന് വിലപിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ എല്ലായിടവും സാധനയ്ക്ക് അനുയോജ്യമായി മാറും. ഭഗവാൻ പറഞ്ഞു നിർത്തി.